ഇന്നത്തെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ പ്രോഗ്രാമൊക്കെ അടിച്ചു പൊളിച്ചു അല്ലേ? അതെ, ഇപ്പൊ താങ്കളുടെ ഒരു പാട്ട് ഇൻസ്റ്റ കിടന്ന് കത്തുന്നുണ്ട്. ഏതാണെന്നറിയോ? ഞാൻ ആ പാട്ടിന്റെ രണ്ടുപേരും മൂളിയിട്ടുണ്ടായിരുന്നു. മറ്റേ എന്നാ ആദ്യത്തെ വരികയായിരുന്നു, കട്ടുറുമ്പിന് കല്യാണം ഒട്ടുകുത്തണ ചെമ്മാനം ഒട്ടുകുത്തിയ പപ്പാത്തി അല്ലേ? താങ്കള് പപ്പാത്തി പാടി. ചപ്പാത്തി പാട്ടൊരുങ്ങ് പാപ്പാത്തി അല്ലേ? പപ്പാത്തി അല്ലേ? ചപ്പാത്തി താങ്കള് പാടി. അതിപ്പോ ഒരുപാട് പേര് ഇപ്പൊ കടമെടുത്തിട്ടുണ്ട്. അതൊരു സംസാരിക്കേണ്ട വിഷ്ണു കൊച്ചിക്കാരൻ പാട്ട് ഞാൻ പാടിയത്. അപ്പൊ ചാക്കോച്ച ഇങ്ങനത്തെ ഒരു പടം ചെയ്തതിനും താങ്ക്സ്. അപ്പൊ 2000 വർഷങ്ങൾക്ക് മുന്നെയാണ്, 2000 അല്ല സോറി 20 വർഷങ്ങൾക്ക് മുന്നെയാണ്, 26 വർഷങ്ങൾക്ക് മുന്നെയാണ് 2000 വർഷത്തിലാണ് ചാക്കോച്ചന്റെ പടം പ്രിയോ ഇറങ്ങിയത്. അതിലെ പാട്ടാണ് ഞാൻ പാടിയത്. അത് ഭയങ്കര ഹിറ്റായി. ഇപ്പൊ കോമഡി മാസ്റ്റേഴ്സിലും അതിന്റെ ഒരു പ്രൂഫ് പോലെ എലീന ചേച്ചി ചെയ്തു എന്ന് പറയുന്നതില് സന്തോഷമുണ്ട്. എലീന എന്ന് പറയുമ്പോ നമുക്ക് ഓർക്കുന്നത് ഭാര്യ എന്ന് പറഞ്ഞ സീരിയൽ ഉണ്ടായിരുന്നു, ഭാര്യ ഏഷ്യാനെറ്റില്. അത് ഭയങ്കരമായിട്ട് ഓടിയ സീരിയലാണ്. 1000 എപ്പിസോഡ് ഓടിയ സീരിയൽ, 700 എപ്പിസോഡായിട്ട് ഓടി. അപ്പൊ ആ ഒരു കഥാപാത്രത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, ആ ഭാര്യ സീരിയലിലെ കഥാപാത്രം. അപ്പൊ ആ ഒരു കഥാപാത്രം നമ്മളിപ്പോ കോമഡി മാസ്റ്റേഴ്സിലൂടെ അമൃത ടിവിയിൽ സ്ഥിരം ഇപ്പോ ആങ്കറാണ് പുള്ളിക്കാരത്തി എന്റെ ഒരു സ്പൂഫ് ചെയ്യാന്ന് പറയുന്നത് അടിപൊളിയാണ്. പിന്നെ എന്റെ പാട്ടും അതിനകത്ത് ഞാൻ പാടുന്ന പാട്ടും അതിനകത്ത് കേൾപ്പിക്കുന്നുണ്ട്. അപ്പോ അതൊക്കെ എന്തായാലും TV ചാനലിൽ നമ്മോട് ചെയ്യുന്ന സപ്പോർട്ടാണ്. ഒരുപാട് TV ചാനൽ ഉണ്ടെങ്കിലും അമൃത TV തരുന്ന സപ്പോർട്ട് കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല ഏഷ്യാനെറ്റ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റില് ഞാൻ ടെലിവിഷൻ അവാർഡിൽ പങ്കെടുത്തു. അപ്പോ മൈനൽ മറവിൽ പങ്കെടുത്തു. അപ്പൊ ആ പാട്ട് ഇനി പങ്കെടുക്കാത്തത് സി കേരളത്തിലെ ഫ്ലവേഴ്സിൽ മാത്രമാണ്. സി കേരളത്തിൽ ഞാൻ ബസ്സിംഗയിൽ പങ്കെടുത്താണ് പണ്ട്. ഇനിയും സി കേരളത്തിലും ഫ്ലവേഴ്സിലും പങ്കെടുക്കുന്നുണ്ട്. ഐറ്റം വേറിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ വിളിക്കാം. താങ്ക് യു. അപ്പൊ ഏഷ്യാനെറ്റില് അവാർഡ് നൈറ്റിന് താങ്കളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ? ഡാൻസ് മാത്രമല്ല, ഡാൻസ് ചെറിയ ഇൻട്രോക്ക് ഒരു 10 സെക്കൻഡ്, ബാക്കി ഡയലോഗായിരുന്നു നോബിച്ചേട്ടനൊപ്പം. അത് നല്ല രീതിയിൽ എനിക്ക് പുള്ളിക്കാരനൊപ്പം അഭിനയിക്കാൻ പറ്റി. അദ്ദേഹം അത്യാവശ്യം ലെജൻഡിനൊപ്പം. കാരണം മധുരരാജ പിന്നെ നമ്മുടെ പുലിമുരുകനിലൊക്കെ അഭിനയിച്ച നടനാണ് നമ്മുടെ നോബിച്ചേട്ടൻ. അപ്പൊ അദ്ദേഹത്തിനൊപ്പം ഒരു എന്താ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റി, ഒരുമിച്ച് സംസാരിക്കാൻ പറ്റി. ഞാൻ ഒരുമിച്ച് ഗ്രീൻ റൂമിൽ ഒരുമിച്ചായിരുന്നു. ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ആൾക്കാർ പല തെറ്റിയിരിക്കരുത്. നല്ല രീതിയിലുള്ള സംഭാഷണങ്ങളും പിന്നെ അധികം ആൾക്കാർക്ക് ഇപ്പൊ ഉള്ള ആൾക്കാരോട് കൂട്ടുകൂടുന്നത് എന്നൊക്കെ പറഞ്ഞ് പേരിയാ പറഞ്ഞില്ല. ഒറ്റയ്ക്ക് പോണം, അപ്പൊ കല്യാണത്തിന് പോകുമ്പോ ട്രെയിനിൽ പോണം എന്നൊക്കെ പള്ളി പറയണത്. പക്ഷെ അതൊക്കെ എനിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നല്ലൊരു സൗഹൃദം ഉണ്ടായി. പിന്നെ സുമേഷ് ചേട്ടൻ ഉണ്ടായി. സുമേഷ് ചേട്ടനും നോബിസ് ചേട്ടനും ഒപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത്. സുമേഷ് ചേട്ടനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ദൃശ്യം 3 സുമേഷ് ചേട്ടൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒപ്പം എനിക്ക് ആ ഒരു ടെലിവിഷൻ സ്ക്രീനിൽ വർക്ക് ചെയ്യാൻ പറ്റി. ജിയോയില് ഇപ്പോഴും അവാർഡ് നൈറ്റിന്റെ ഭാഗങ്ങളുണ്ട്, കാണാൻ ശ്രമിക്കുക. അപ്പോ പരിഹസിക്കുന്നതോട് പറയാന്നുള്ളത് ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നുണ്ടും നമ്മള് പിന്നെ ഡെയിലി പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോ നമ്മള് റീൽസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഇടയ്ക്ക് പടങ്ങളോ സീരിയലോ വന്നാൽ ചെയ്യും. പക്ഷെ കളിയാക്കുന്നവരും ചില കല്യാണ വീടുകളിൽ ഒരുപാട് ഹെർട്ടിങ്സും കാര്യങ്ങളും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ പോകാത്തത്. ഇടക്കിടക്ക് ഒന്നുകൊണ്ടോ ചെയ്യും. പേയ്മെന്റ് മാത്രമല്ല, അത് നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ പെട്ടെന്ന് പറ്റണമെന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ മേടിച്ചു വെച്ച പൈസ നമ്മള് പ്രോഗ്രാംസിന് പോകും. ഇനിയിപ്പോ വർക്ക് കുറയ്ക്കാനാണ് പ്ലാനിങ് ഉള്ളത്. കാരണം ഇനി എന്റെ നാട്ടിലുള്ള ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. അടുത്ത എന്റെ ഷോർട്ട് ഫിലിമിന്റെ പേര് ഞാൻ പറയാണ്, പണിക്ക് പോവാത്തത്. AJP പണിക്ക് പോവാത്തത്. അത് വേറെ ആരും ഉദ്ദേശിച്ചു പറഞ്ഞല്ലോ. ആരും ഉദ്ദേശിച്ചല്ല. പക്ഷെ ഈ യൂണിവേഴ്സിറ്റി ആൾക്കാരൊക്കെ ജോലിക്ക് പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ പണി എന്താണെന്നും ജോലി എന്താണെന്നും അധ്വാനം എന്താണെന്നും മനസ്സിലാക്കുന്ന ഷോർട്ട് ഫിലിം ആയിരിക്കും പണിക്ക് പോകാത്തത്. അത് ജൂൺ മാസം യൂട്യൂബിലേക്ക് എത്തിക്കും. അപ്പൊ അതില് മാഹിൻ മൂവാറ്റുപുഴ ഉണ്ടാവും, ഞാനുണ്ടാവും, വിഷ്ണു കൊച്ചിക്കാരുണ്ടാവും. പണിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൽ അഭിനയിക്കാം. കാരണം അതിന് അത്യാവശ്യം പണിയെടുക്കുന്നതായിരിക്കും കഥാപാത്രങ്ങൾ പണിയെടുക്കുന്നത്.
കാരണം മരപ്പണി, കൂലിപ്പണി, എല്ലാം ഉണ്ട്, പെയിന്റിങ്, എല്ലാം ഉണ്ട്. ഇലക്ട്രീഷ്യൻസ് വർക്ക്, അപ്പൊ അതെല്ലാം ഇതിൽ കാണിക്കേണ്ടി വരും. ഓക്കെ, താങ്ക് യു. താങ്ക് യു.